ജനങ്ങൾക്ക് പ്രഖ്യാപിക്കും. തുടക്കത്തിൽ ഒന്നിനു വരെ ഒന്നായി ജനപ്രിയ പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിക്കരുത്. സാമ്പത്തികമായി തരിപ്പണമായ ഒരു സംസ്ഥാനമാണ്. ആർക്കും അറിയില്ല കേരളത്തിൽ നിന്നത്തെ സാമ്പത്തിക സ്ഥിതി. ശരിയാക്കി തരാന്ന് പറഞ്ഞിട്ട് വന്ന LDF സർക്കാർ വന്ന് എല്ലാ സിസ്റ്റം മൊത്തം തകരാറിലാക്കി പോയി. സാമ്പത്തിക രംഗം പൂച്ചപ്പെട്ട. അതുകൊണ്ട് കേരളം ഇതേപോലെ തകർന്നു എന്ന് പ്രചരിപ്പിക്കുന്നത് ശരിയായ കാര്യമല്ല. അതേ ഉള്ളൂ ഞാൻ. കേരളത്തിന്റെ ഖജനാവിൽ പണമില്ല എന്ന വാർത്തകൾ നമ്മൾ നിരന്തരം കേൾക്കാറുണ്ട്. ശരിക്കും ഖജനാവിൽ എത്ര പൈസയുണ്ട് എന്ന ചോദ്യം തന്നെ ശാസ്ത്രീയമല്ല, ഒരു സെക്കൻഡിൽ മാറിമറിയുന്ന സംഭവമാണ്. ഒരു നിശ്ചിത സമയത്തെ മാത്രം കാണിക്കുന്ന ഒരു സ്നാപ്ഷോട്ട് മാത്രമാണ്. പൂച്ച പെറ്റുകിടക്കുകയാണ് എന്ന് പറയുന്നത്, പ്രത്യേകിച്ചു സർക്കാരും നേതാക്കളും പറയുന്നത് തന്നെ സ്വയം കോമാളിയാകുന്നതിന് തുല്യമാണ്. ഒരു സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ശാസ്ത്രത്തിൽ ബാലൻസ് എന്ന് പറയുന്നത് നമ്മൾ ബാങ്ക് അക്കൗണ്ടിൽ പണം സൂക്ഷിക്കുന്നത് പോലെയല്ല. സംസ്ഥാന സർക്കാരുകൾക്ക് സ്വന്തമായി വലിയ തുക ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയി ഇട്ടിരിക്കാറില്ല. അതായത് ഒരു പ്രത്യേക മണിക്കൂറിലെ ഖജനാവിലെ ബാലൻസ് പറഞ്ഞറിയിക്കുക അസാധ്യമാണ്. കാരണം കേന്ദ്രവിഹിതം, ശമ്പള വിതരണം, പെൻഷൻ വിതരണം, പലിശ അടയ്ക്കൽ, മറ്റ് ബില്ലുകൾ എന്നിവയനുസരിച്ച് ഇത് മിനിറ്റുകൾക്കുള്ളിൽ മാറും. 6000 കോടിയും 30,000 കോടിയും ശരിയാകാം. അത് ആ സമയത്തെ ആശ്രയിച്ചിരിക്കും. ഒരു നിശ്ചിത സമയത്തെ ഉദാഹരണം മാർച്ച് 24 ക്ലോസിംഗ് ബാലൻസ് 6070 കോടിയായിരിക്കും. അതിൽ നിന്നും മാർച്ച് 25 രാവിലെ 1070 കോടി എടുത്താൽ ബാക്കി വൈകിട്ട് ക്ലോസിംഗ് ബാലൻസ് 5000 കോടി ആയിരിക്കാം, 20,000 കോടിയായിരിക്കാം. കേരളത്തിന്റെ വരുമാനമനുസരിച്ച് 1,00,000 കോടി ആയിരിക്കില്ല. കാരണം കേരളത്തിലേക്ക് ഒരു വർഷം ഏതാണ്ട് 1.3 ലക്ഷം കോടി രൂപ വരെ കേരളത്തിന്റെ ഖജനാവിലേക്ക് എത്തുന്നുള്ളൂ. കർണാടകത്തിന് 3 ലക്ഷം കോടിക്ക് മുകളിലാണ്. എന്നാൽ ഇന്ത്യയിൽ സ്വന്തം നീക്കിയിരുപ്പ് ബാലൻസ് എന്ന ആധുനിക സാമ്പത്തിക ആയുധം നിലവിൽ ഒഡീഷയ്ക്ക് മാത്രമാണ് ഉള്ളത്. കെ കരുണാകരന്റെ വലിയ രാഷ്ട്രീയ തന്ത്രങ്ങളെ നേരിടാൻ AK ആന്റണി എപ്പോഴും ഉപയോഗിച്ചിരുന്ന ഏറ്റവും വലിയ ആയുധം ആദർശവാദി എന്ന പ്രതിച്ഛായായിരുന്നു. 5 പൈസയില്ല എന്ന പ്രതിച്ഛായ നിർമ്മിച്ചെടുത്തതിന് പിന്നിൽ 2 പ്രധാന തന്ത്രങ്ങൾ ഉണ്ട്. ഖജനാവ് കാലിയാണെന്ന് വരുത്തി തീർത്താൽ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ ഉടനടി നടപ്പിലാക്കാൻ പണമില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞുമാറാം. 2 വികസന ആവശ്യങ്ങൾക്കായി പുതിയ വായ്പകൾ എടുക്കുമ്പോൾ ജനങ്ങൾ അതിനെ എതിർക്കില്ല. ചുരുക്കത്തിൽ രാഷ്ട്രീയത്തിൽ കണക്കുകൾ മാത്രമല്ല, ആ കണക്കുകളെ ജനങ്ങൾക്ക് മുന്നിൽ എങ്ങനെ അവതരിപ്പിക്കുന്നു എന്നതും ഒരു വലിയ കലയാണ്. ആന്റണി ഒരു മികച്ച ജനസേവകൻ എന്നതിനേക്കാൾ തന്റെ ആദർശ് പ്രതിച്ഛായയെ കൃത്യമായി മാർക്കറ്റ് ചെയ്യാൻ അറിയാവുന്ന ഒരു പക്കാ രാഷ്ട്രീയക്കാരൻ തന്നെയായിരുന്നു. പക്ഷേ ഇവിടെ ഇപ്പോഴത്തെ സർക്കാരിന് വലിയൊരു അപകടമുണ്ട്. ഒരു സർക്കാർ തന്നെ ഖജനാവ് കാലിയാണ് എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുന്നത് വിപണിയിലും നിക്ഷേപകരിലും ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ വലുതാണ്. റേറ്റിംഗ് ഏജൻസികളും വിദേശ നിക്ഷേപകരും ആ സംസ്ഥാനത്തെ ഉയർന്ന അപകടസാധ്യതയുള്ള തമായി കാണും. ഇത് പുതിയ നിക്ഷേപങ്ങളെ പിന്നോട്ടടിക്കും. സാമ്പത്തിക ഭദ്രതയില്ലാത്ത ഒരു സർക്കാരിന് വിപണിയിൽ നിന്ന് കുറഞ്ഞ പലിശയ്ക്ക് വായ്പ ലഭിക്കില്ല. ബോണ്ട് വിപണിയിൽ ഉയർന്ന പലിശ നൽകേണ്ടി വരുന്നത് ബാധ്യത വീണ്ടും കൂട്ടും. അത് സ്വന്തം കാലിൽ കോടാലി വയ്ക്കുന്നതിന് തുല്യമാണ്.